ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു പിടി കിട്ടാണ്ടിരുന്നപ്പോഴാണ് ഗേസ് ഞാനിതുവരെ മുംബൈ കണ്ടിട്ടില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ചെറുക്കനെ എടുത്തുകൊണ്ട് ഞാൻ നേരെ ദേണ്ട് മുംബൈയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മുംബൈയൊക്കെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുകയാണെങ്കിൽ മുംബൈ ടു ഹൈദരാബാദ് പോകുന്ന ജസ്റ്റ് ഒരു ട്രിപ്പാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല വന്നിട്ടുള്ളത്, എൻ്റെ കൂടെ കില്ലാടിയും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടാണ് ഈ ഒരു ബസ്സിൽ ഇത്രയും വലിയ ബസ്സും കൊണ്ട് വന്നത്. വണ്ടിക്ക് വേറെ ഓട്ടോ ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഇതെടുത്തോണ്ട് ഇങ്ങ് പോകുന്നത്. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ ബെൻസലോ വല്ലേ വരത്തുള്ളൂ. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ അവനും ഇങ്ങ് വരും കേട്ടോ. അതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അവൻ തന്നെ വണ്ടിക്കകത്തിരിക്കുകയാണ് കേട്ടോ, വണ്ടിയുടെ പുറത്തിറങ്ങത്തില്ല. എവിടെ പോയാലും കേസ് വണ്ടിയുടെ പുറത്തിറങ്ങത്തില്ല. ഇതുപോലൊരു മടിയനെ എൻ്റെ ജീവിതത്തിൽ കേസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് വണ്ടികളൊക്കെ വന്ന് ബ്ലോക്കായി കിടപ്പുണ്ട്. എന്താണ് സീനെന്നൊന്നും അറിയത്തില്ല. അവിടെ ഫ്രണ്ടിൽ ഏതൊരു ഓട്ടോയാണ് കേട്ടോ ബ്ലോക്ക് ആക്കിയിട്ടുള്ളത്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നതുകൊണ്ടൊന്നും അല്ല ബ്ലോക്ക് ആയിരിക്കുന്നത്. ഇതെന്താണ്, ഓട്ടോയ്ക്ക് വല്ലതും പറ്റുമോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കാം. ഇതെന്താ കേസ്, ഇതിൻ്റെ ആ താളൊക്കെ ഇരിപ്പുണ്ട്, വണ്ടി ഓൺ ആകുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ഒരു മച്ചാനൊക്കെ ഇരിപ്പുണ്ട്, എന്തോ കുറേ പെട്ടികളൊക്കെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇത്രയും വണ്ടികൾ, ഒരു ഓട്ടോയാണ് കേസ് ഇത്രയും ബ്ലോക്ക് ആക്കിയത്. ഇവർക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ കയറി വരാൻ അറിയത്തില്ലേ? അതൊക്കെ നമ്മുടെ കേരളമായിരുന്നെങ്കിൽ ഒരു ചെറിയ ഇട കിട്ടിയാൽ മതി, അതുവഴി വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോയേനെ. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ അങ്ങ് തെള്ളി വിടുന്നത്? ഓ അതോ, അത് നീ അറിയണ്ട. അറിയണ്ടെന്നോ? ഞാൻ എന്തോ ചെയ്തു? നിന്നോട് ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞപ്പോ നീ വന്നില്ലല്ലോ. അത് നിങ്ങൾ ഇൻട്രോ എടുക്കാനായിട്ട് പോയതല്ലേ, ഞാൻ എന്തിനാ അതിന് വരുന്നത്? എന്താടാ നിനക്കും കൂടെ വന്നാ? ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് അറിയത്തില്ല, ഞാൻ അങ്ങനെ വീഡിയോയുടെ ഫ്രണ്ടിലൊന്നും വരത്തില്ലല്ലോ. ഇതുപോലെ ബാക്കിലിരുന്ന് കൊണയടിക്കത്തേ ഉള്ളൂ. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാൻ. ഇതെന്താണ് മഴ പെയ്യുന്നു? കണ്ടോ നമ്മൾ വന്നതിന്റെ ഐശ്വര്യം കണ്ടോ. ഇത്രയും നാള് മുംബൈയിൽ മഴയില്ലായിരുന്നു, നമ്മൾ വന്നപ്പോ എന്താ മഴയും പെയ്തു. എടാ മുംബൈ ഒക്കെ കഴിഞ്ഞടാ, നമ്മളിപ്പോ എന്താ പൂനെ ആയി. ഇത്രയും പെട്ടെന്ന് പൂനെ ആയോ? ഇതെന്താണ് ഇത്രയും പെട്ടെന്ന് സമയം പോകുന്നത്? പിന്നെ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ സമയമൊക്കെ പെട്ടെന്ന് പോകും. അണ്ണാ ഏതെങ്കിലും വെറൈറ്റി സ്ഥലമൊക്കെ കാണുവാണെങ്കിൽ അവിടെ നിന്ന് നിർത്തിയേക്കണം കേട്ടോ. നമുക്ക് അതൊക്കെ കണ്ട് പെതുക്കി അങ്ങ് പോയാ പോരെ, വലിയ ധൃതിയൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ വെറൈറ്റി സ്ഥലം വല്ലതും കാണണ്ടേ? അത് കാണുന്നില്ലടാ. നമുക്ക് നോക്കാം, എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. ഈ ഒരു മഴ ഇങ്ങനെ പെയ്യുന്നോണ്ട് നല്ല രസമുണ്ടല്ലോ ഇതിന്റെ തിരിക്കാനായിട്ട്. എന്നെ ഫീലാണ്. അതിന്റെ കൂടെ ഒരു പാട്ടും കൂടെ വെച്ചിരുന്നാൽ അടിപൊളിയായിരുന്നു. ഇപ്പൊ വേണ്ട, ഇപ്പം പാട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. എന്നാ വ്ളോഗ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പാട്ട് വെക്കാം. മഴ പോയോ? ഇവിടുത്തെ മഴയല്ലേടാ, അത് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ അങ്ങ് പോകും. പക്ഷെ നമ്മള് നാട്ടിൽ ചെല്ലുന്നിടം വരെ മഴ പെയ്യുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. ഓ അത്രയ്ക്കൊക്കെ വേണം എന്റെ പൊന്നു. ഇപ്പം എന്താണ്ട് ഞാൻ സാമാനത്തെ പോയി കേറിയേനെ. പക്ഷെ എന്റെ അളിയ, ഞാൻ അത് കണ്ടുപോലും ഇല്ല കേട്ടോ. അണ്ണ മാത്രല്ല ഞാനും കണ്ടില്ല. ഇതെന്താണ് ഇങ്ങനൊക്കെ റോഡ് പണിത് വെച്ചേക്കുന്നത്? അല്ല എന്തിന് സൈഡിൽ അങ്ങനത്തെ ഒരു വഴി? എടാ എനിക്ക് തോന്നുന്നത് അത് പഴയ പാലമായിരിക്കും. ഇപ്പം നമ്മൾ വന്നത് പുതിയ പാലവും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. എന്നാലും അത് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എന്തോ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുവാണെന്ന് തോന്നുന്നു. ഇത് ഫ്ലൈ ഓവർ പണിയുമല്ലടാ. ഇത് ഫ്ലൈ ഓവർ പണിയുമല്ലടാ, ഇത് മെട്രോയാ. പൂനെയില് മെട്രോ ഉണ്ടായിരുന്നോ? പിന്നെ പൂനെ മെട്രോ ഇല്ലേ? ഉണ്ടായിരുന്നല്ലേ, എനിക്കറിയത്തില്ലായിരുന്നു. നമുക്ക് അതിലൊന്ന് കേറിയാലോ? ഇനി മെട്രോ സ്റ്റേഷനിലേക്ക് പോണെങ്കിൽ അങ്ങ് കുറെ പോണം, അങ്ങ് വരെ പോകാനൊന്നും വയ്യ. എന്നാ വേണ്ട, നമുക്ക് വേറെ ദിവസം പോവാം അല്ലേ? അതെ നമ്മൾ ഇവിടം വരെ വന്നിട്ട് റോഡൊക്കെ നല്ല റോഡല്ലേ, അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത റോഡാ. അത് ഞാനും നോട്ട് ചെയ്തു കേട്ടോ. നല്ല റോഡ്, നല്ല ടാർ ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ റോഡിന്റെ കളർ അത്ര നല്ലതല്ല. വണ്ടിയൊക്കെ പോകുന്ന റോഡല്ലേ, അപ്പൊ ഇങ്ങനല്ലേ കളർ വരത്തുള്ളൂ. നീ പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലേ, അതാ നിന്റെ പ്രശ്നം. എടാ ഇന്തോനേഷ്യയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം, റോഡൊക്കെ നല്ല ബ്ലാക്ക് കളറിലാണ് കിടക്കുന്നത്. ഓ അണ്ണൻ നമ്മളെ ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ പോകത്തുള്ളൂ. നമുക്ക് ഒരു ദിവസം പോവാടാ, നിന്നെ ഇന്തോനേഷ്യ മൊത്തം ഞാൻ കാണിച്ചു തരാം. അല്ല നമ്മൾ എങ്ങനെ പോകും? എങ്ങനെ പോകും എന്ന് ചോദിച്ചാൽ ഈ ബസ്സിൽ പോകുന്നത് കുറച്ച് ടാസ്കാ. അതും കൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടിയെ പോണം. എന്നാ പിന്നെ നമുക്ക് ബെൻസേ പോയാലോ? ബെൻസാ പൊക്കോട കണ്ടിട്ട് ഒന്നാമത് അതിന് 6-7 എങ്ങാണ്ട് മൈലേജ് കിട്ടുന്നുള്ളൂ. അതും കൊണ്ട് ഞാൻ ഇന്തോനേഷ്യക്ക് പോകാനോ? നീ എന്റെ പോക്കറ്റ് കീറിക്കൂ. വണ്ടി ഓടിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ എടുത്തേ? എടാ ബെൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ആഗ്രഹത്തിന്റെ പുറത്തെടുക്കുന്നതല്ലേ. എന്നാ പിന്നെ കൊണ്ട് വീട്ടിൽ ഡിസ്പ്ലേക്ക് വെക്ക്. ആടാ ഞാൻ ഡിസ്പ്ലേക്ക് വെക്കും. എന്റെ ബെൻസിന്റെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. പിന്നെ നമ്മൾ എങ്ങനെ പോവാനാ? സ്വന്തമായിട്ടൊരു വണ്ടിയെ പോകണം, അല്ലെങ്കിൽ ചുമ്മാ എന്തോ ഒരു വൈബ് കാണത്തില്ല. എടാ സ്വന്തമായിട്ടൊരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ അതിന് വേണ്ടി ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വണ്ടി എടുക്കേണ്ടി വരും. അതേതെടുക്കുമെന്ന് പെട്ടെന്നൊക്കെ എന്നോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്തോ പറയാനാ? നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചാലോ? അത് നല്ലൊരു ഐഡിയ. എന്നാ ഗൈസ് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് ഏത് വണ്ടിയിൽ പോകണമെന്ന്. ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു വണ്ടി ആയിരിക്കണം, അത്യാവശ്യം വലിയൊരു വണ്ടി ആയിരിക്കണം. അങ്ങനത്തെ ഒരു വണ്ടി ഗൈസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
എന്നെ കൊണ്ട് പറ്റുന്ന വണ്ടിയാണെങ്കിൽ നമ്മളതേ പോകുന്നതായിരിക്കും. എല്ലാരും നല്ല വണ്ടി വല്ലതും കമന്റ് ഇട്ടാ മതിയായിരുന്നു. നമുക്ക് നോക്കാടാ, എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല ബ്രില്യൻ്റ് ആണ്. അവരൊക്കെ നല്ല അടിപൊളി വണ്ടികൾ പറഞ്ഞു തരും. അല്ല ഇവിടെ എന്തിനാ നിർത്തിയത്? നീ ബിൽഡിംഗ് കണ്ടോ? നമ്മളന്ന് ബാംഗ്ലൂർ സ്റ്റേ ചെയ്ത പോലത്തെ ഒരു ബിൽഡിംഗ് പോലില്ലേ? ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളും കാണാൻ നമ്മുടെ ബാംഗ്ലൂര് പോലൊക്കെ തന്നെ ആയിരിക്കുന്നത്. അതുവഴി പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് വൺ വേയാ. അയ്യോ ശരിയാണല്ലോ, ഞാൻ അത് ഏതോ ഇടവഴിയാന്നാ വിചാരിച്ചേ. അണ്ണാ നമ്മൾ ഇത്രയും വണ്ടി ഓടിച്ച് വന്നിട്ട് നമ്മുടെ ബസ് ഒന്ന് പറപ്പിച്ചില്ലല്ലോ. ഇങ്ങനെ നമ്മള് നോർമൽ ആയിട്ടല്ലേ പൊക്കോണ്ടിരിക്കുന്നത്. എനിക്കും പറപ്പിക്കണമെന്നൊക്കെ ഉണ്ടടാ, പക്ഷെ ഒത്തിരി പറപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാകൂ. പുതിയ ബസ് ആയതുകൊണ്ടല്ലേ, എനിക്ക് മനസ്സിലായി. എന്നാലും നമുക്കൊന്ന് പറപ്പിച്ചേക്കാം അല്ലേ? കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ഹൈവേ ഉണ്ട്, നമുക്ക് അതുവഴി പറപ്പിക്കാം. അതെ അതെ. ഓ എന്റെ മോനെ ഇന്ന് വൈബായിരിക്കുമല്ലോ. പിന്നെ കാറിന് പോകുന്ന സ്പീഡൊന്നും ഈ ബസ്സിന് കിട്ടത്തില്ല കേട്ടോ. ഒരു എനിക്ക് തോന്നുന്നു ഇതിന്റെ ടോപ്പ് സ്പീഡ് ഞാൻ പോയേക്കുന്ന 150 എങ്ങാണ്ടാ. അതിന് മേളിൽ ഞാൻ പോയിട്ടില്ല. 150? അത് ബസ്സിന്. ആൻഡ് ഫൈനലി ഞങ്ങൾ ഇതേണ്ട ഒരു 6 വരി പാതയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗൈസ് വണ്ടി അങ്ങ് കത്തിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ സ്പീഡ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ അതേണ്ട ഒരു ഫ്രണ്ടിൽ കാണുന്ന വഴി നമുക്ക് പോകാൻ പറ്റില്ല. ഇതെന്താടാ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നേ? ചേടാ ഒന്ന് പറപ്പിക്കാന്ന് വെച്ചപ്പോൾ എന്താണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. എന്തൊരു കഷ്ടമാണ് നോക്കണേ. ഇവിടെ എന്തോ റോഡ് പണി എന്താണ്ട് നടക്കുവാണേ. അതുകൊണ്ട് ഇതുവഴി നമുക്ക് ഡൈവേർഷൻ എടുത്ത് പോകേണ്ട വരും. പക്ഷെ എന്തൊരു കഷ്ടമാണ്. ഒന്ന് പറപ്പിക്കാന്ന് വെച്ചപ്പോൾ ഇനി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയി കഴിയുവാണെങ്കിൽ വലിയ ഹൈവേ ഒന്നും കാണത്തില്ല. എന്നാലും കേസ് ഞാൻ ഇന്ന് കത്തിക്കണമെന്ന് വിചാരിച്ചതല്ലേ. അപ്പോൾ ഈ ഒരു വഴിയിലാണെങ്കിൽ നമ്മൾ ഇന്ന് വണ്ടി കത്തിക്കുന്നതായിരിക്കും. സെറ്റായിരിക്കും. അണ്ണാ ഈ വഴി കത്തിക്കണോ? നമ്മള് ബസ്സിലാണ്, കാറേലല്ല. അപ്പൊ നല്ല വലിയ റോഡ് കിട്ടിയിട്ട് പോരെ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ റോഡൊന്നും കിട്ടത്തില്ല. ഉള്ളതാണെങ്കിൽ ഇതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുന്നു. എന്തായാലും ഞാൻ ഇവിടെ കത്തിക്കാൻ പോവാ. നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഭയം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ അവിടെ പിടിച്ചിരുന്നോ. അതെന്താണ് പെട്ടെന്നൊരു സ്പീഡ് കൂടിയത്? നിങ്ങൾ എന്നെ സ്പോർട്സ് മോഡിലേക്ക് കിട്ടോ? സ്പോർട്സ് മോഡിന്റെ ഒന്നും ആവശ്യമില്ല മച്ചാനെ. എന്റെ പൊന്നു, എന്റെ ആളി ഇത് കുറച്ച് സീനാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലാൻ കൊണ്ടുപോണോ ഇപ്പൊ അതേ പോയി കേറിയേനെ. എന്റെ പൊന്നാളിയാ ജസ്റ്റ് മിസ്. ഇപ്പൊ ഒരു ഫയർ എഞ്ചിനിൽ പോയി കേറിയേനെ. അവനെന്താ നോക്കാതാണോ കേറിയത്? എന്തോ ചെയ്യാൻ, ഇവരൊക്കെ എവിടെ പോയാലും നോക്കാതെ കയറത്തുള്ളൂ. നമ്മുടെ വണ്ടിക്കൊന്നും ഒരു വില തരത്തില്ലെന്ന്. ഇവരെ പിന്നെ ഒന്നും പറയണ്ടേ. ഇവര് വല്ല രക്ഷാപ്രവർത്തനത്തിന് വല്ലതും പോകുന്നതായിരിക്കും. എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ രക്ഷിക്കാൻ ഇവരൊക്കെ ഉള്ളടാ. എന്നാലും ജസ്റ്റ് ഒന്ന് റോഡ് നോക്കിയിട്ട് കേറല്ലോ. ബ്രേക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനാണ്. ശരിയാ. എന്തായാലും ഞാൻ അവനെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കട്ടെ. അതെന്തായാലും ഇപ്പം അത്യാവശ്യത്തിനൊന്നും പോകുന്നതല്ല. അത്യാവശ്യത്തിന് പോവുകയാണെങ്കിൽ അവൻ ഈ ഒരു സ്പീഡിലൊന്നും പോകത്തില്ല. എന്തായാലും അവനെ ഓവർടേക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കി കാര്യം. പക്ഷേ കേസ് നമുക്കൊന്ന് കയറി പോകാനായിട്ട് പറ്റുന്നില്ല. ഇവിടുന്ന് എല്ലാം വണ്ടി വരിക. എന്തായാലും നമുക്കൊരു 4 വരി പാത കിട്ടിയോണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിയുവാണെങ്കിൽ നമുക്ക് ഹൈദരാബാദ് എത്താനായിട്ട് കഴിയുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഞാൻ ഹൈദരാബാദ് വരെ പോകുന്നതിൻ്റെ ഒരു വ്ളോഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. മൊത്തം എടുത്ത് കഴിയുവാണെങ്കിൽ ചിലപ്പം കേസ് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഹൈദരാബാദ് ചെന്ന് കഴിഞ്ഞ് കില്ലാടി ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. ഞാൻ പിന്നെ റെസ്റ്റ് എടുക്കും. ഞാൻ വണ്ടി ഓടിക്കണോ? എന്തൊരു കഷ്ടവാ. ഞാൻ ഇവിടെ സൈഡിൽ അടങ്ങി ഒതുങ്ങി എങ്ങനെ ഇരുന്നാ പോലെ. അല്ല നീ എന്താ വിചാരിച്ച ഞാൻ നിന്നെ കൊണ്ട് പോയത് എനിക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്? അല്ലായിരുന്നോ? പോക്കോണം നീ. മര്യാദക്ക് ഹൈദരാബാദ് എത്തിക്കഴിഞ്ഞ് വണ്ടി വന്ന് ഓടിച്ചോണം. അങ്ങനെ കുറെ നേരത്തെ ഒരു ഓട്ടത്തിന് ശേഷം ഞങ്ങൾ ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി ഇവിടെ എങ്ങാനും കേസ് ഞങ്ങൾക്ക് ഏതെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് കയറണം. അതിനുശേഷം വേണം ഇവിടുന്ന് ബാക്കി ട്രിപ്പ് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്നതാണ് ഹൈദരാബാദിന്റെ വേറൊരു വ്യൂ പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഒരു മാർക്കറ്റിൻ്റെ നടുക്കായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ചാർമിനാർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എൻ്റെ പൊന്നോ ഗൈസ്, നമ്മുടെ വണ്ടിയിൽ മൊത്തം ചെളിയാണേ. അപ്പോൾ അതൊക്കെ എന്തായാലും പോകുന്ന വഴിക്കൊന്ന് ക്ലീൻ ആക്കണം. ഇനി ഞങ്ങളുടെ അടുത്തൊരു വലിയ ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. അതിനുശേഷം ഇവൻ ഇവിടുന്ന് വണ്ടി ഓടിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്. എടാ ബൈ പറ. ബൈ ഗൈസ്.